ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. ഞാൻ രാജശ്രീ വിനോദ്. നമുക്ക് എന്തൊരു പ്രവർത്തനം ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ നമുക്കൊരു തോന്നലുണ്ടാവണം അല്ലേ? വെറുതെ ഇരിക്കുമ്പോൾ ഒരു പായസം വയ്ക്കാൻ തോന്നുക, അത് ആ തോന്നലുള്ളത് കൊണ്ടാണ് നമ്മൾ പായസം വയ്ക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്, ശരിയല്ലേ? അപ്പം ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ പായസം വയ്ക്കാനുള്ള കുറച്ച് സംഗതികളൊന്നും അവിടെ ഇല്ല. നേരെ ഞാൻ വണ്ടി എടുത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് മക്കളെ സ്കൂൾ വിട്ട് വരുന്നതിന് മുമ്പ് പായസം റെഡി. അപ്പൊ പായസം ഉണ്ടാക്കുന്നതിന് പിന്നിൽ എനിക്കുണ്ടായതൊരു മാനസിക ഊർജമാണ്. ആ ഊർജത്തിനെയാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. ഏത് പ്രവർത്തനത്തിന്റെയും പിന്നിലുള്ള ഊർജം, അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? മോട്ടിവേഷൻ അഥവാ അഭിപ്രേരണ എന്ന് പറയാം. പ്രവർത്തനത്തിന് പിന്നിലുള്ള ഊർജത്തിനെ അഭിപ്രേരണ എന്ന് വിളിക്കാം. അപ്പോൾ ഗിൽഫോർഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുകയാണ്, ഒരു പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനും തുടർന്ന് ചെയ്യാനും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ഘടകം. ഞാനിപ്പോൾ കേട്ടിട്ടിന്റെ കോഴ്സിന് ചേർന്നതുകൊണ്ട് ഞാൻ വിജയിക്കുവോ? ഇല്ല. ആ കോഴ്സ് തുടർന്ന് പഠിക്കാനും എൻ്റെ എക്സാം വരേക്കും ഞാൻ ആ കോഴ്സിൽ നിന്നുകൊണ്ട് പഠിച്ച് മുന്നേറാനും എന്നെ സഹായിക്കുന്ന ആന്തരിക ഘടകത്തിനെ അഭിപ്രേരണ എന്ന് വിളിക്കാം എന്നാണ് ഗിൽഫോർഡ് പറയുന്നത്. ഒരു പ്രവർത്തനം തുടങ്ങാനും നിലനിർത്താനും തുടർന്ന് ചെയ്യാനും സഹായിക്കുന്ന ആന്തരിക ഘടകമാണ് എന്ത്? അഭിപ്രേരണ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ കേട്ടിട്ട് വിളിക്കാൻ പോവുകയാണ്. എല്ലാ നമ്മുടെ തൊഴിൽ വീതിയിലും തൊഴിൽ വാർത്തയിലും അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലുകളിലും ഒക്കെ ഇതാ കേട്ടിട്ട് വരുന്നു എന്ന് പറയുന്ന വാർത്തകൾ കണ്ടു. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിൽ എന്താണ്? ഒരു പ്രേരണയോട് കൂടിയ ആവശ്യമുണ്ടാവുകയാണ്. എന്താണ്? പ്രേരണയോട് കൂടിയ ആവശ്യമുണ്ടാവുകയാണ്. അങ്ങനെ ഞാൻ സൈലത്തിൽ വന്ന് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ക്ലാസ്സിൽ കയറി ഇരിക്കുകയാണ്. ടീച്ചർ വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ചാടി ഉത്തരം പറയാൻ തുടങ്ങി. സ്വാഭാവികമായും ആ പ്രേരണ എന്നിൽ സംഘർഷാവസ്ഥ, ടെൻഷൻ ഉണ്ടാക്കും, ഇല്ലേ? അപ്പൊ ടെൻഷനിൽ നിന്ന് നമ്മുടെ മനുഷ്യന്റെ പ്രത്യേകത എന്താ? നമ്മൾ ടെൻഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കത്തില്ല. ഓക്കെ, ഞാനൊരു എക്സാം നടത്തി. ആ എക്സാമില് ടീച്ചർ എക്സാം നടത്തിയതിൽ എനിക്ക് 10 ഒരു 1.5 മാർക്കാ കിട്ടിയെന്ന് വെച്ചോളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ മനസ്സിൽ അതൊരു സംഘർഷാവസ്ഥയാണ്. അയ്യോ, എനിക്ക് മാത്രം 1.5 മാർക്ക്, ബാക്കി എല്ലാവർക്കും 6 മാർക്കിന് മുകളിലുണ്ട്. പക്ഷെ ആ സംഘർഷാവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ ഞാൻ എന്ത് ചെയ്യും? നന്നായി പഠിച്ച് പിറ്റേ ദിവസത്തെ എക്സാമിന് മാർക്ക് കൂടുതൽ വാങ്ങിക്കും. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വീട്ടിൽ പോയി നല്ല മനോഹരമായ ഒരു സിനിമ കണ്ട് ആ ഒരു സങ്കടത്തിനെ മറക്കാൻ ശ്രമിക്കും. മനുഷ്യ സഹജമാണ്. മാനസിക സംഘർഷം ഒരിക്കലും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കത്തില്ല. അപ്പൊ ഈ സംഘർഷത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ വേണ്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നന്നായി പഠിച്ചാൽ എന്ത് കിട്ടും? സംതൃപ്തി, റിസൾട്ട് കിട്ടും, അല്ലെ? ഇറ്റ് റിസൾട്ട്സ് ഇൻ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ? അത് നമ്മളെ എന്തിലേക്കാണ് നയിക്കുന്നത്? സംതൃപ്തിയിലേക്ക് നയിക്കും. ഇതാണ് മക്കളെ അഭിപ്രേരണ ചക്രം എന്ന് പറയുന്നത്. എന്താണ് ആവശ്യം? നമുക്കൊരു ആവശ്യമുണ്ട്. ആ ആവശ്യം നമ്മളിലേക്ക് പ്രേരണ ഇങ്ങനെ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രേരണ നമ്മളിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കുന്നു. സംഘർഷാവസ്ഥയുടെ ലഘൂകരണത്തിനായി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ആ പ്രവർത്തനം നമ്മളെ സംതൃപ്തിയിൽ എത്തിച്ചേർക്കുന്നു. ഇതാണ് അഭിപ്രേരണ ചക്രം എന്ന് പറയുന്നത്. കിട്ടിയോ നിങ്ങൾക്ക്? അഭിപ്രേരണ ചക്രത്തിലെ 5 ഘട്ടങ്ങളൊന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. ഇനി അഭിപ്രേരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 തരം അഭിപ്രേരണയാണുള്ളത്. നമുക്കറിയാം, ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയും. നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്ന്, മൈതാനത്ത് നിന്ന് ഒരു ഫുട്ബോൾ പ്ലെയർ നന്നായി പ്രാക്ടീസ് ചെയ്യും. എന്നാൽ ആ ഫുട്ബോൾ പ്ലെയറിനോട് അതേ സമയത്ത് പിറ്റേ ദിവസം അമ്മ പറയുകയാണ്, മകനെ ഇങ്ങ് വന്നേ, പരീക്ഷയല്ലേ അടുത്ത ദിവസം, നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ വായിന്ന് വരിക, ഇത്ര നട്ടപ്ര വെയിലത്ത് എങ്ങനെയാ അമ്മ ഇരുന്ന് പഠിക്കുന്നത് എന്ന് ചോദിക്കും. 2 തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒന്ന്, അവന് ഇഷ്ടമുണ്ടായിരുന്നു. അവന് വെയിലോ മറ്റു പ്രകൃതി പ്രതിഭാസങ്ങളോ ഒന്നും ഒരു കാരണമല്ല. അവൻ ആ നട്ടപ്ര വെയിലത്ത് നിന്ന് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാണ്. അതെന്താണ്? അവന്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു പ്രേരണയുടെ ഫലമാണ്. അതിനെ ആന്തരിക അഭിപ്രേരണ എന്ന് പറയാം. എന്നാൽ മാർക്കിനോ പ്രശംസയ്ക്കോ ഗ്രേഡിനോ സമ്മാനത്തിനോ ഒക്കെ വേണ്ടിയാണ് ഒരു വ്യക്തി ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ
അതിനെ ബാഹ്യാഭിപ്രേരണ എന്ന് വിളിക്കാം. വ്യത്യാസം മനസ്സിലായോ? ആന്തരികം എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നൈസർഗിക ത്വര, വാസന, പ്രവർത്തനങ്ങൾക്കാണ് അതിൽ. ആ പ്രവർത്തനം ചെയ്യുമ്പോൾ എനിക്കൊരു പായസം ഉണ്ടാക്കാൻ തോന്നി, എനിക്കൊരു കേക്ക് ഉണ്ടാക്കാൻ തോന്നി, ആ പ്രവർത്തനം ഞാൻ ആസ്വദിച്ചാ ചെയ്യുന്നേ. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രേരണയാണ്. എന്നാൽ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് വന്ന പ്രേരണയുടെ ഫലമാണോ? അല്ല. ഒന്നെങ്കിൽ എനിക്ക് സർവീസിൽ കയറണം, അല്ലെങ്കിൽ എനിക്ക് ക്ലാസ് എക്സാമിന് മാർക്ക് കൂടുതൽ കിട്ടണം. ആ മാർക്കിനോ ടീച്ചറിന്റെ പ്രശംസയ്ക്കോ ഗ്രേഡിനോ സമ്മാനത്തിനോ ഒക്കെ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതാണ് ബാഹ്യാഭിപ്രേരണ. ബാഹ്യാഭിപ്രേരണയിൽ വ്യക്തിക്കും പ്രവർത്തനത്തിനും ഇടയിലുള്ള അവസ്ഥയ്ക്കാണ് പ്രാധാന്യം എന്നാണ് പറയുക. പക്ഷെ ആന്തരിക അഭിപ്രേരണ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാ, നമ്മൾ ആ പ്രവർത്തനം ആസ്വദിച്ച് ചെയ്യുന്നതാണ് എന്ന് പറയാനായിട്ട് സാധിക്കുക. അതാണ് രണ്ടു തരം അഭിപ്രേരണ കേട്ടോ. ഇനി നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പരിചയപ്പെടുത്താം. താഴെ പറയുന്നവയിൽ പഠന ബോധന പ്രക്രിയയിലെ മുഖ്യ ഘടകം ഏതാണ്? താഴെ പറയുന്നവയിൽ പഠന ബോധന പ്രക്രിയ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയ ക്വസ്റ്റ്യൻ. പഠന ബോധന പ്രക്രിയ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ഉണ്ട് അവിടെ അല്ലെ. താഴെ പറയുന്നവയിൽ പഠനത്തിലെ മുഖ്യ ഘടകം എന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ 3 പിള്ളേരെ ഇരുത്താണ്. ഓക്കെ, അതായത് ഞാൻ സനൽ എന്ന് പറയുന്ന കുട്ടീനെ ഇരുത്താണ്, കിരൺ എന്ന് പറയുന്ന കുട്ടീനെ ഇരുത്താണ്, റജിൽ എന്ന് പറയുന്ന കുട്ടീനെ ഇരുത്താണ്. അപ്പൊ 3 പേരെ ഇരുത്തി 3 പേർക്കും ഞാൻ ടെസ്റ്റ് പേപ്പർ നടത്തി. സനലിന് 10 മാർക്കില് 10ൽ 8 മാർക്ക് കിട്ടി, കിരണിന് 10ൽ 6.5 മാർക്ക് കിട്ടി, റസിലിന് 10ൽ 3.5 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകമേത് എന്ന് ചോദിച്ചാൽ സനലിന്റെ ബുദ്ധിയല്ല കിരണിന്, കിരണിന്റെ ബുദ്ധിയല്ല അടുത്ത റസിലിന് എന്ന് പറയാം. കാരണം പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ബുദ്ധി എന്ന് പറയുന്നത്. പഠനത്തെ അത് പ്രത്യേകം നിങ്ങൾ മെൻഷൻ ചെയ്യുക. പഠനത്തെ ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. പഠനത്തിലെ വ്യത്യാസത്തിന് കാരണം കുട്ടികളിൽ കാണപ്പെടുന്ന ബുദ്ധിയുടെ അളവാണ്. ബുദ്ധി വ്യത്യാസപ്പെടുമ്പോൾ അവന്റെ പഠന നേട്ടവും വ്യത്യാസപ്പെടുന്നുണ്ട്. അഭിപ്രേരണയും പരിസ്ഥിതിയൊക്കെ ഘടകങ്ങളാണ് കേട്ടോ. പക്ഷെ പ്രധാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ പഠനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ബുദ്ധി തന്നെയാണെന്ന് പറയാം. ഇവിടെ എന്റെ ചോദ്യം അതല്ല, പഠന ബോധന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണെന്ന്. ഏതാണ്? പഠന ബോധന പ്രക്രിയയെ, അതായത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനെ. 2 കാര്യമുണ്ട്. ടീച്ചിങ് എന്ന് പറയുന്നത് പുറകെ നിൽക്കുന്നത് ഒരു അധ്യാപകനാ, ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ പഠിതാക്കളാണ്. അപ്പൊ ഈ 2 ഘടകങ്ങളെയും സ്വാധീനിക്കുന്നത് അഭിപ്രേരണ തന്നെയാണ് അല്ലെ. അതായത് ക്ലാസ്സിൽ വരുന്ന അധ്യാപകൻ കുട്ടികളെ അഭിപ്രേരിതരാക്കി പഠിപ്പിക്കുമ്പോൾ, അധ്യാപകൻ ചാർട്ടും മാപ്പും അതോടൊപ്പം തന്നെ ചിത്രങ്ങളൊക്കെ വെച്ച് പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ആസ്വദിച്ചാ പഠിപ്പിക്കുന്നേ. അത് കുട്ടികൾക്ക് ഒരു പ്രേരണയാണ് പഠിക്കാൻ വേണ്ടി. ഇനി തിരിച്ച് അധ്യാപകന് ഒരു പ്രേരണ എന്ന് പറയുന്നത് എന്താ? ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ടെസ്റ്റ് പേപ്പർ നടത്തുമ്പോഴും കുട്ടികൾ നന്നായി മാർക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ച സംഗതികൾ കുട്ടികൾക്ക് മനസ്സിലായി എന്നാണ്. അത് അധ്യാപകന് കിട്ടുന്ന പ്രേരണയാണ്. അപ്പൊ പഠന ബോധന പ്രക്രിയയിലെ മുഖ്യ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഭിപ്രേരണയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സെറ്റല്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. പഠനത്തിന്റെ തീവ്രത നിർണ്ണയിക്കുന്ന ഘടകമാണ്, ഇന്റൻസിറ്റി നോക്കുന്ന ഒരു ഘടകമാണ് അഭിപ്രേരണ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതൊന്ന് ഓർത്ത് വയ്ക്കണം. ക്ലാസ് മുറിയിൽ എത്തുന്ന അധ്യാപകൻ കുട്ടികളെ പ്രേരിതരാക്കണം, പഠിക്കാനായി പ്രേരണ കൊടുക്കണം. അത് കഥകളിലൂടെയും കവിതകളിലൂടെയും ചോദ്യങ്ങൾ ചോദിച്ചും കുട്ടികളിൽ ജിജ്ഞാസ വളർത്തി വേണം പഠിപ്പിക്കാൻ എന്നാണ് പറയുന്നത്. ഞാന് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഒരു 6ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കാൻ പോവുക. അക്ഷയ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ആ ഉണ്ണിവയറൊക്കെ തടവി ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തു ചെയ്താലും അവൻ ആ ഉണ്ണിവയറൊക്കെ തടവി വായിക്കോട്ടേക്ക് വിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവനെ എങ്ങനെ ഞാൻ പഠന പ്രവർത്തനത്തിലേക്ക് നയിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം, അത് ടൈപ്പ് ഓഫ് അഭിപ്രേരണയല്ല കേട്ടോ. നേടാനുള്ള അഭിപ്രേരണ എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമാണ്. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി 1951 ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ആയിരുന്ന മക്ക്ലെലൻഡ് ആണ്. ആരാണ്? മക്ക്ലെലൻഡ് ആണ് നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പൊ നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാൽ അത് മക്ക്ലെലൻഡിൻ്റെതാണ്.
എന്ന് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്നത്, ഇപ്പം ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, ഞാൻ ആ പായസം ഉണ്ടാക്കുന്നത് എൻ്റെ മാനസിക സംഘർഷം കുറയ്ക്കാനല്ല, ആ പായസം നന്നായിട്ട് ഉണ്ടാക്കി അത് കഴിക്കാൻ പോകുന്ന അവർ എന്നോട് അടിപൊളി, ഇന്ന് വരെ വച്ചതിലും ഏറ്റവും സൂപ്പർ എന്ന് പറയണം. ഗുണാത്മകതയുടെ നിലവാരത്തിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയാ, എൻ്റെ മാനസിക സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയല്ല ഞാൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്നാണ് മക്ലെലൻഡ് പറയുന്നത്. നേടാനുള്ള അഭിപ്രേരണയുള്ള വ്യക്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് മാനസിക സംഘർഷം കുറയ്ക്കാനല്ല, പകരം എന്തിനാണ്? തനതായ നേട്ടങ്ങൾ കൈവരിക്കാൻ, നന്നായി പ്രവർത്തിക്കാൻ, ഗുണാത്മകതയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. സോ നമ്മൾ ക്ലാസ് മുറിയിൽ ചെല്ലുമ്പോൾ കുട്ടികളെ അഭിപ്രേരിതരാക്കണം, അവരിലൊരു പ്രേരണ വളർത്താനായിട്ട് അധ്യാപകർ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അഭിപ്രേരണ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമുക്കറിയാം, LPUP ആണെങ്കിലും ശരി, കേട്ടറ്റിനാണെങ്കിലും ശരി, ഏത് ടീച്ചിങ് എക്സാം എടുത്ത് നോക്കിയാലും ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു യൂണിറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും സംഗതികളെ പ്രധാനമായിട്ടും അതിൽ പഠിക്കാനുള്ളൂ. അതൊന്ന് പഠിച്ചു വയ്ക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടിടാം, ക്ലിയർ ചെയ്തു തരാം. പിന്നെ ക്ലാസ്സുകളൊക്കെ വരികയാണ്, എക്സാംസുകളൊക്കെ വരികയാണ്. നിങ്ങൾക്കറിയാം HSM HSST ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്, LPUP റണ്ണിങ്ങിലാണ്. പിന്നെ എന്താണ്, കേട്ടറ്റ് എക്സാമുകൾ നമുക്കറിയാം ഇങ്ങനെ ഓരോ ട്വൈസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സൈലോം അതിനോടൊപ്പം തന്നെ ഓരോരോ കോഴ്സുകൾ ചുവടുറപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മുടെ സൈലം ഗുരുവിലും ക്ലാസ്സുകൾ അവൈലബിൾ ആയി കിട്ടും. അത് നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ ചാനൽ ഒന്ന് ചെറുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലും കൂടി ഒന്ന് ടച്ച് ചെയ്തോളുക. ഓക്കെ ഡിയേഴ്സ്, അപ്പം നന്നായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ചെറിയൊരു നോട്ട് ബുക്ക് വെച്ച് ഈ ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതനുസരിച്ച് ചെറിയ ചെറിയ നോട്ടായിട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. വീണ്ടും വരും ക്ലാസ്സുകളായി നമുക്ക് ഒന്നിച്ച് കാണാം. താങ്ക് യു സോ മച്ച്.